വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനൊരു സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. തലശ്ശേരി സ്പെഷ്യലാണിത്. അപ്പോൾ കോഴിക്കാലെന്നാണ് ഇതിന് പറയാ. നമ്മുടെ കപ്പ അല്ലെങ്കിൽ കൊള്ളിക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതേസമയം നല്ല ടേസ്റ്റിയാണ്. തൃശ്ശൂർക്കാർക്കൊക്കെ മേ ബി ചിലപ്പോൾ പുതുമയുള്ള പേരായിരിക്കാം ഇത്. ആദ്യമായി കേട്ടപ്പോൾ ഞാനും ശരിക്കും പറഞ്ഞ അമ്പരന്നു, ഈ കോഴിക്കാലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ നോമ്പുകാലൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ കോഴിക്കാലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നോമ്പുകാലൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് ഞാൻ വരാം. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണാത്തവർ കാണാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് തലശ്ശേരി സ്പെഷ്യൽ കോഴിക്കാൽ തയ്യാറാക്കാം ഇത് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തലശ്ശേരി സ്പെഷ്യൽ കോഴിക്കാൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അതായത് കപ്പ വെച്ചിട്ടുള്ള കോഴിക്കാൽ. അതിനുവേണ്ടി ഞാൻ 2 പീസ് കപ്പ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ 2 കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഒരു 10 മിനിറ്റ് നേരം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയാണിത്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നീളത്തിൽ നൈസായിട്ട് മുറിച്ചെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം മുറിച്ചെടുക്കുക. ഞാനിതിന് മുമ്പ് പല പ്രാവശ്യം റെസിപ്പി ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് വെറുതെ മുറിക്കുമ്പോൾ ചില സമയത്ത് ചില കപ്പ മുറിക്കുന്ന സമയത്ത് ശരിക്കും ആ നൈസായിട്ട് അങ്ങ് മുറിക്കാൻ പറ്റാറില്ല. അതായത് മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് പൊട്ടി പോവും. ആ നീളത്തിൽ അങ്ങ് മുറിക്കാൻ പറ്റാറില്ല. എനിക്ക് ഭയങ്കര ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ചൂടുവെള്ളത്തിൽ 1-2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ ഈ കപ്പയുടെ ആ ഒരു ഹാർഡ്നെസ് ഒന്ന് മാറിക്കിട്ട് ലൈറ്റായിട്ട് ഉള്ളിലൊന്ന് കപ്പ ചൂടാവുകയും ചെയ്യും, നമുക്ക് മുറിച്ചെടുക്കാൻ എളുപ്പമാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. പൈപ്പിലെ വെള്ളം തന്നെയാണ്, നല്ല വെള്ളമല്ല. പൈപ്പിലെ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കുക. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഈ കപ്പയുടെ കഷ്ണങ്ങളിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ സാധാരണ പറയാറുണ്ട് കപ്പയൊക്കെ വേവിക്കുമ്പോൾ ഉപ്പിടാൻ പാടില്ല എന്ന്. പക്ഷേ ഇതിൽ ഉപ്പിടണം, കാരണം നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോൾ ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതിലോട്ട് നമ്മുടെ കപ്പ പതുക്കെ ഇട്ട് കൊടുക്കാം. അത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട്, അതായത് ഫുൾ വെള്ളം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ ചെറിയൊരു പാത്രം എടുത്തിരിക്കുന്ന നേരം മുഴുവനും മുങ്ങി കിടക്കുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ മതി. അതിനൊരു 2 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് തിളക്കട്ടെ ഇതിൽ കിടന്നിട്ട്. അതിനുശേഷം നമുക്കിതങ്ങ് കോരി മാറ്റി വെക്കാം കേട്ടോ. ഒരുപാട് കുക്കാവാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഓഫ് ചെയ്യാണ് കേട്ടോ. തീ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് മതി. അതായത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ചൂട് കയറണം എന്ന് അത്രയും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കിത് കോരി മാറ്റിയിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം വേണം നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിങ്ങനെ വിണ്ട് വരും. 2 മിനിറ്റ് ഇടുമ്പോഴേക്കും നമ്മൾ നടുവിൽ ആ മിഡിൽ പോർഷൻ ഇത്തിരി വിണ്ട് വരുന്ന പോലെ നമുക്ക് കാണാം. അപ്പോൾ അതിനർത്ഥം ചൂടായിട്ടുണ്ടെന്നാണ്. നമുക്കിത് ചൂടാറിയതിന് ശേഷം ബാക്കി പ്രൊസീജിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കപ്പ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് മുറിച്ചെടുക്കണം, നീളത്തിൽ മുറിച്ചെടുക്കണം. ചൂടാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മുറിക്കാൻ പാടുള്ളൂ കേട്ടോ. 2 മിനിറ്റ് കുക്ക് ചെയ്യാണ്ട് മുറിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മുറിച്ചോളൂ, യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. പറഞ്ഞില്ലേ, മുറിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. പിന്നെ മാത്രമല്ല, നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രൈയിങ് ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഒരു കപ്പയുടെ പീസ് എടുക്കുക, നമുക്കിതങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ടങ്ങ് മുറിച്ചെടുക്കണം. നമുക്കിനി നേരിയ നീളത്തിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ടങ്ങ് മുറിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് വീണ്ടും മുറിക്കുക. നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ മുറിക്കുന്ന പോലെ മുറിക്കാം. ഇങ്ങനെ ഒരു കഷ്ണം മുറിക്കുക. അതിനുശേഷം വീണ്ടും അതിനെ മുറിക്കുക. ഇപ്പോൾ ഒരുപാട് നൈസായിട്ട് മുറിക്കാൻ പാടില്ല. അതായത് തീപ്പെട്ടിക്കോല് കണക്ക് മുറിച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമ്മളിത് കഴിക്കുമ്പോൾ ഫ്ലഷ് ഒന്നും ഇല്ലാത്ത കാരണം, വളരെ നൈസായിരിക്കുന്ന കാരണം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു തിക്നെസ് എങ്കിലും നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 കഷ്ണത്തിൽ കുറച്ച് പോർഷൻസ് കേടായിരുന്നു, അതൊക്കെ മുറിച്ച് കളഞ്ഞു. പിന്നെ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞിട്ട് അവസാനം ഇത്ര ഉണ്ട് നമ്മുടെ കപ്പ. എല്ലാം ഈവനായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറേ നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളത്തിൽ കുക്ക് ചെയ്തു 2 മിനിറ്റ്. ആ വെള്ളം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചൂടാറിയതിന് ശേഷമാണ് കപ്പ മുറിച്ചെടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങളിപ്പോൾ കപ്പ കുക്ക് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മുറിച്ചതിന് ശേഷം കപ്പ 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകണം. അതിന് ശേഷം വേണം നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ വെള്ളത്തിൽ സോക്ക് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്കിനി മാരിനേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം. നമുക്കിനി ഇത് കപ്പ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടിട്ട് ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലോട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട്. അഥവാ എരി കൂടുതലുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതിയാവും. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത്രയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ
ഒരു തണ്ട് കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി, പിന്നെ ഗരം മസാലയുടെ പൊടി 1/2 ടീസ്പൂൺ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടലപ്പൊടി ആദ്യം 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നോക്കുക. പിന്നെ കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഏത് പൊടിയും ആവാം. പുട്ടുപൊടി ആയാലും കുഴപ്പമില്ല, അപ്പത്തിൻ്റെ പൊടി ആയാലും കുഴപ്പമില്ല, വറുത്ത പൊടി ആയാലും കുഴപ്പമില്ല, വറുക്കാത്ത പൊടി ആയാലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ റവ ഞാനിപ്പോൾ അല്ലാതെ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ആ നല്ല ക്രഞ്ചി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. റവ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലവർ കടലപ്പൊടിക്ക് പകരം മൈദ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഞാൻ കടലപ്പൊടിയാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അല്പം കായത്തിൻ്റെ പൊടി കൂടുതലായി കഴിഞ്ഞാൽ കയ്പ്പ് വരും, അത് ശ്രദ്ധിക്കുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതെല്ലാം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും നന്നായി മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഈവനായിട്ട് വരില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എരിവ് അതിനനുസരിച്ച് മാറ്റം വരുത്താൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലൊരു ബാറ്റർ തയ്യാറാക്കുക. നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്, അതെപ്പോഴും ശ്രദ്ധിക്കുക. വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ പൊടിയിടാൻ നിൽക്കണം. അപ്പോൾ പിന്നെ പൊടി കൂടും, പിന്നെ വെള്ളം കൂടുതൽ, അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് വേണ്ടി വരും. ഞാനിപ്പോൾ മൊത്തത്തിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് നോക്കട്ടെ. പിന്നെ ചിലവർ ഇതിൽ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർക്കും, അതായത് ക്യൂമിൻ പൗഡർ ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിതിൽ ക്യൂമിൻ പൗഡർ ചേർക്കുന്നില്ല, കുറച്ചും കൂടെ ആവാം. ഇതിൽ നമ്മൾ കോൺഫ്ലവർ ഒന്നും സാധാരണ രീതിയിൽ ചേർക്കാറില്ല. ഇപ്പോൾ ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇതെന്താ സംഭവം, കോഴിക്കാലാ? ഞാൻ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർ കളിയാക്കി. അത് കോഴിക്കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കപ്പ വെച്ച് ചെയ്യുന്നതാണ്, അതിൻ്റെ പേര് കോഴിക്കാലെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ, ഒരു വെറൈറ്റി സംഭവം. അപ്പോൾ നോമ്പിനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്നാക്സൊക്കെ ആവശ്യമുള്ളതല്ലേ. അപ്പോൾ കറുമുറ കടിക്കാനും സ്പൈസി ആയിട്ടുള്ള സംഭവങ്ങൾ 3/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിനി മിക്സ് ചെയ്ത് നോക്കാം. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. കാരണം നമ്മൾ റവ ചേർത്തിരിക്കുന്ന കാരണം റവ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് സോക്കായി കിട്ടണം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കപ്പയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഉപ്പ് എങ്ങനെയുണ്ട് നോക്കണം. ഉപ്പ് കുറവാണ്. എരിവ് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നോക്കുമ്പോൾ എരിവുണ്ട്, പക്ഷേ നമ്മൾ കപ്പയിലേക്കൊക്കെ നന്നായി പിടിച്ച് വരുമ്പോൾ എരിവ് അത്യാവശ്യം ഉണ്ടെങ്കിലാണ് എനിക്ക് ഇഷ്ടപ്പെടാറുള്ളത്. നിങ്ങളുടെ താല്പര്യമനുസരിച്ച് സ്പൈസ് ലെവലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ പൊട്ടാറ്റോയിലേക്കാണെങ്കിൽ പെട്ടെന്ന് എരിവ് പിടിക്കും. ഇതിൽ കപ്പയ്ക്കൊക്കെ എരിവ് പിടിക്കാൻ കുറച്ച് സമയം പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു കാഴ്ചയ്ക്കും ഒരു ഭംഗി കിട്ടാനും ഇത്ര കളർ വേണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. കാരണം റവ നമ്മൾ ചേർത്തിരിക്കുന്ന കാരണം റവ വീർക്കുമ്പോൾ ഇതിൻ്റെ മാവിൻ്റെ തിക്നെസ് അങ്ങ് കൂടും. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കപ്പയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ എല്ലാം ഉണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മാവ് അടിപൊളിയായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് വളരെ ജെൻറ്റിലായിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നമ്മളിങ്ങനെ കൈ കൊണ്ട് സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞ് കപ്പയുടെ ഇതൊക്കെ ഒടിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് വളരെ മെതുവായിട്ട് മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വലിയ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കിതങ്ങ് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ മാരിനേഷൻ എത്തിയെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ അഥവാ ഇച്ചിരി ഇത് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ കടലമാവ് ഒരു പാത്രത്തിലെടുത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ടുണ്ട് ഈ ഒരു അളവ്. കാരണം ഒരു ഓവറായിട്ട് മാവ് കൂടാൻ പാടില്ല. അപ്പോൾ പിന്നെ ഒരുമാതിരി ഈ കപ്പേനേക്കാളും കൂടുതൽ മാവ് ഓവർ പവർ ചെയ്തപോലെ തോന്നും നമുക്ക്. ഈ ഒരു കറക്റ്റാണിത്. എല്ലാ ഭാഗത്തേക്കും മാവ് എത്തിയിട്ടുണ്ട്. ഇത് നമുക്കിതൊരു 20 മിനിറ്റ് മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ഉള്ളിക്കൊക്കെ ഒന്ന് പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതേസമയം നിങ്ങൾക്ക് തിരക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെയ്യാനാണിത്. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, അടച്ച് നമ്മൾ അടപ്പിൻ്റെ അടുത്ത് വെച്ചാൽ മതി. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഒരു 20 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, ഞാൻ പുറത്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നു അടച്ചിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ കൂടുതൽ നേരം 2 മണിക്കൂറൊക്കെ വെക്കണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇനി ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കുക. നമുക്കതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം, അതുപോലെ തന്നെ റിഫൈൻഡ് ഓയിലും ഉണ്ടാക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ എൻ്റെ അടുത്ത് തികയില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം റിഫൈൻഡ് ഓയിലാണ് ഉണ്ടാക്കുന്നത്.
നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ എടുത്ത് വെക്കുമോ, അത് വീണ്ടും ഉപയോഗിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കുറേ കുട്ടികൾ. ഞാൻ എടുത്ത് വെക്കാറില്ല കേട്ടോ. മാക്സിമം കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് അങ്ങ് എടുത്ത് കളയും. നമ്മൾ പിന്നെ വീണ്ടും അത് ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കപ്പയുടെ കഷ്ണങ്ങൾ എടുക്കുക. ഇതിപ്പോൾ കോഴിക്കാൽ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കേട്ടോ പിടിക്കുന്നത്. ചിലർ വലിയ കുറേ നീളത്തിലങ്ങ് ചെയ്യും. ഞാനിപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എടുത്തതിന് ശേഷം ഒരു എന്താ പറയുക, കോഴിയുടെ നമ്മുടെ കാലിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ പിടിച്ചെടുക്കുക. അപ്പോൾ അതായത് ഇവിടെ കുറച്ച് നീട്ടം പരത്തി വെക്കുക, ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചങ്ങ് സ്ലിമ്മാക്കി വെക്കുക. മനസ്സിലായില്ലേ? ഈ ഒരു രീതിയിൽ അങ്ങ് പിടിക്കുക. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു കോഴിയുടെ കാല് പോലെയൊക്കെ തോന്നും, പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ അങ്ങ് പിടിച്ചിട്ട് നമുക്ക് ഓരോന്നും എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഷേപ്പിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിളായി ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചെയ്തോളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ശരിക്കും മീഡിയം തീയിലാണ് ഞാൻ എണ്ണ ചൂടാക്കിയിരിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക. പിന്നെ ഇതെല്ലാം ഇങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കണം, അത് ശ്രദ്ധിക്കുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയിലിടുമ്പോൾ അങ്ങ് എല്ലാം കൂടി ഇങ്ങോട്ട് വിട്ട് പോകും. അപ്പോൾ മാവ് കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം. താഴേന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. കാരണം മാവ് ഇങ്ങനെ അടിഞ്ഞു കൂടും താഴേക്ക്, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ പറഞ്ഞ പോലെ കുറച്ച് എടുക്കുക, അങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുക. ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് ഉണ്ടാക്കിയാൽ മതി. ഒരുപാട് കൂട്ടിയിടണ്ട, കാരണം നമ്മളിത് മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കുറച്ചും കൂടെ വലിയ പാത്രമാണെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ശേഷം തിരിച്ചിടുക. അതിനുശേഷം എല്ലാ ഭാഗത്തും നന്നായി ഫ്രൈ ആയി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമുക്ക് കോരിയെടുക്കാം. നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ചൂട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് കളർ ചേഞ്ച് ചെയ്ത് ഡാർക്ക് ആവും, പക്ഷെ ഉള്ളിൽ അങ്ങ് കുക്കായിട്ടുണ്ടാവില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് പൊട്ടറ്റോ പോലെ പെട്ടെന്ന് അങ്ങ് കുക്കായി കിട്ടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്നവരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നും കൂടെ ആവാനുണ്ടേ. ഞാൻ പറഞ്ഞ പോലെ കപ്പയായതുകൊണ്ട് സമയം എടുത്ത് ചെയ്യുക. ഒരെണ്ണെടുത്ത് കഴിച്ച് നോക്കുക. അതിനുശേഷം മാത്രം ബാക്കി എണ്ണയിൽ നിന്ന് വറുത്ത് കോരിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ബാച്ച് ഉണ്ടാക്കിയിട്ട് അതിൽ ഉപ്പൊക്കെ കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിലോട്ട് ഉപ്പിട്ടതിന് ശേഷം കറക്റ്റ് ആക്കിയതിന് ശേഷം അങ്ങ് പൊരിച്ചെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനത് കോരിയെടുക്കുകയാണ്. ആദ്യത്തെ ബാച്ച് ഒരു സ്ട്രെയിനറിലോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ എക്സസ് ആയിട്ടുള്ള എണ്ണയൊക്കെ നന്നായി അങ്ങ് പൊക്കോളും. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനത്. തലശ്ശേരിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള കോഴിക്കാൽ. തലശ്ശേരിയിലൊക്കെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഏരിയയിലൊന്നും ഇല്ലാത്ത കുറേ ഐറ്റംസ് ഉണ്ട് അവിടെ. അപ്പോൾ ഇതുപോലെ ഓരോന്നൊക്കെ എനിക്ക് കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കി എനിക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസൊക്കെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ അതിലേക്ക് നമ്മുടെ സ്ട്രെയിനറിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. പക്ഷെ ഓരോ ബാച്ച് ഉണ്ടാക്കുമ്പോഴും താഴേന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം ഇതിൽ എല്ലാം മാവ് അടിഞ്ഞുകൂടി ഇരിക്കേണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി എടുത്ത് പിന്നെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഒട്ടിക്കോളും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെ ഒട്ടിയിരിക്കുന്നതെന്ന്, അതിങ്ങനെ പിടിച്ചാൽ മതി. ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ ഷേപ്പിലാക്കിയതിന് ശേഷം അതിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പിടിച്ചിട്ട് പറ്റുന്നില്ല, ഒരുമിച്ച് നിൽക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വെള്ളം കൂടുതലാന്ന് തോന്നുന്നുണ്ടെങ്കിലും വെള്ളം കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചു മറിച്ചിട്ടിട്ട് കേട്ടോ, മീഡിയം ഫ്ലെയിം. ഇതാ നമ്മൾ രണ്ടാമത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എണ്ണ അധികം കളയണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര സമയം പിടിക്കുന്നത്. അപ്പം നിങ്ങൾ വലിയ പാത്രത്തിൽ ഉണ്ടാക്കിക്കോളൂ കേട്ടോ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതുപോലെ ഇച്ചിരി ക്ഷമയോടുകൂടി ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നന്നായി ഫ്രൈ ആയി എല്ലാ ഭാഗത്തും കുക്കായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ ഇതുപോലെ മൊത്തത്തിലെല്ലാം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഈസി പീസി ആയിട്ടുള്ള നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ കോഴിക്കാൽ. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ കോഴിക്കാൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണം ഒരുമിച്ച് കൂട്ടി വെക്കാൻ പാടില്ല, ഒരുപാട് തിക്നെസ് പാടില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ സമയം എടുക്കും ഫ്രൈ ചെയ്തെടുക്കാൻ. അതുകൊണ്ട് ഒരു 4-5 എണ്ണം മാത്രം ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക. ഒരുമിച്ച് പിടിക്കുക, അതിലോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 1/2 കിലോ കപ്പ എടുത്തിട്ടുണ്ടെങ്കിലും പക്ഷേ കേടുഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുറിച്ച് കളഞ്ഞപ്പോൾ ഒരു 300 ഗ്രാമോളമൊക്കെ കപ്പ ഉണ്ടാവുള്ളൂ കേട്ടോ. വെയിറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഇത് നമുക്കൊരു 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അളവാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഞാനിവിടെ നല്ലൊരു ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പോവുകയാണ്. ടേസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഒരു ഇച്ചിരി തണുക്കുമ്പോഴാണ് ആ ക്രിസ്പിനെസ് ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങുക നിങ്ങൾക്ക്. അല്ലെങ്കിൽ അത്ര ചൂടോടുകൂടി കഴിക്കുമ്പോൾ ആ ഉള്ളിൽ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ ഇച്ചിരി ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോഴിക്കാൽ നമുക്ക് കഴിക്കാൻ പറ്റും.
എന്താ പറയുക, അത്യാവശ്യം സ്പൈസിയാണ്, ഉപ്പ് പാകത്തിനുണ്ട്, ആ കായത്തിൻ്റെ ഒക്കെ ചെറിയൊരു മണമുണ്ട്, നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ പൊടികളും നല്ല കറക്റ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് ചായയുടെ കൂടെ അടിപൊളി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ കോഴിക്കാല്. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ശരിയാവോന്ന് അറിയില്ല മോളെ, ഞങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ അച്ഛന് ഇവിടെ ലയൺസ് ക്ലബിന്റെ ഞാൻ പറയാം നാളെ ഒരു ടൂർ പോകുന്നേ. അപ്പൊ ഒരു ആണുങ്ങള് ഫുഡ് ഉണ്ടാക്കിയിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം, സ്ത്രീകള് ഷോപ്പിംഗ് ചെയ്തിട്ട്, അതായത് സാരി ഷോപ്പിംഗ് അല്ല, എന്ത് വേറെ ഷോപ്പ് ചെയ്തിട്ട് അതും അവിടെ പറയണം പോലെ. അപ്പൊ അച്ഛൻ പറഞ്ഞു അത് നല്ല ഐഡിയ ആണല്ലോ, ഞാൻ ചെയ്ത് നോക്കട്ടെ. നിന്റെ മോളുടെ ആരെങ്കിലൊക്കെ കണ്ടിട്ട് ഇതെല്ലാം അവരോട് പറയുമോ? എന്താണ് ഞങ്ങള് ഞാനത് മേടിച്ചോണ്ട് വന്ന് വീട്ടിൽ വന്നപ്പോ എനിക്ക് ഞാൻ ടയർഡായി. പിന്നെ ഇല്ല എന്തായാലും ചെയ്യണം, എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചെയ്ത് കഴിഞ്ഞ് ഞാനെല്ലാം അനന്ത് പുറത്തുപോയി തിരിച്ചു വന്ന് അനന്ത് ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് എടുക്കലും ഉപരി ഇളക്കലും എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു. പിന്നെ അത് ഡാൻസിങ്, അത് ശരിക്കും ഞാൻ കണ്ടു, ഡാൻസിങ് ടീ ഞാൻ കണ്ടു, പക്ഷെ അത് ഇളകിപ്പോയി. പിന്നെ എല്ലാം പെട്ടതായിരുന്നു.